കേരള രാഷ്ട്രീയത്തിലെ തന്ത്രശാലിയായ പി.സി. ജോർജ് എന്ന പൂഞ്ഞാർ സിംഹം വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് വഴിമാറുന്നുവെന്ന വാർത്ത രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തന്റെ തട്ടകമായ പൂഞ്ഞാർ മകൻ ഷോൺ ജോർജിനായി മാറ്റിവെക്കാനോ അതോ ബി.ജെ.പി. നേതൃത്വത്തിന്റെ പുതിയ തന്ത്രങ്ങൾക്കനുസരിച്ച് നീങ്ങാനോ പി.സി. തയ്യാറെടുക്കുന്നു എന്നതാണ് ഇതിന്റെ കാതൽ. 4 പതിറ്റാണ്ടിലേറെയായി പൂഞ്ഞാർ മണ്ഡലത്തിന്റെ പര്യായ പദമായിരുന്ന പി.സി. ജോർജ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കില്ലെന്ന സൂചനകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ യുഗത്തിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വതന്ത്രനായും വിവിധ മുന്നണികളുടെ ഭാഗമായും പൂഞ്ഞാറിൽ വിജയിച്ച് കയറിയ ജോർജ് ഇന്ന് ബി.ജെ.പി. എന്ന ദേശീയ പാർട്ടിയുടെ അച്ചടക്കമുള്ള ഭാരവാഹിയാണ്. ഈ പശ്ചാത്തല മാറ്റമാണ് അദ്ദേഹത്തിന്റെ പിന്മാറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. 1980-ൽ തന്റെ 29-ാം വയസ്സിൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ നിന്ന് ആദ്യമായി നിയമസഭയിൽ എത്തിയ വ്യക്തിയാണ് പി.സി. ജോർജ്. 1982-ലും അദ്ദേഹം വിജയം ആവർത്തിച്ചു. പിന്നീട് 1996 മുതൽ 2021 വരെ പൂഞ്ഞാർ അദ്ദേഹത്തിന്റെ കൈപ്പിടിയിലായിരുന്നു. മുന്നണികളെല്ലാം കൈവിട്ട 2016-ൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 27,000-ത്തിലധികം വോട്ടുകൾക്ക് ജയിച്ചു കയറിയത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരുത്തിന്റെ തെളിവായിരുന്നു. എന്നാൽ 2021-ലെ തിരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ മുസ്ലിം വോട്ട് ബാങ്കുകളിലെ ധ്രുവീകരണവും മാണി ഗ്രൂപ്പിന്റെ ശക്തമായ തിരിച്ചുവരവും പി.സിക്ക് പരാജയം സമ്മാനിച്ചു. തന്റെ പാർട്ടിയായ കേരള ജനപക്ഷം ബി.ജെ.പി. ലയിപ്പിച്ചതോടെ പി.സി. ജോർജ് എന്ന ഒറ്റയാൻ ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി മാറി. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയം എന്നത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്കപ്പുറം പാർട്ടിയുടെ വിജയസാധ്യതയും ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനങ്ങളുമാണ്. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, ഇല്ലെങ്കിൽ മാറി നിൽക്കും എന്ന പി.സിയുടെ പ്രസ്താവന അദ്ദേഹം പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടതിന്റെ സൂചനയാണ്. തനിക്ക് പകരം പൂഞ്ഞാറിൽ മറ്റൊരു യുവ നേതാവിനെയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മുഖത്തെയോ കൊണ്ടുവരുന്നത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഗുണകരമാകുമെന്ന് അദ്ദേഹം കരുതുന്നു. പി.സി. ജോർജ് മത്സര രംഗത്തു നിന്നും വിട്ടുനിൽക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രം മകൻ ഷോൺ ജോർജ് ആണ്. ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷൻ കൂടിയായ ഷോൺ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പൂഞ്ഞാർ ഡിവിഷനിൽ നിന്നും വിജയിച്ചത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനവും തെളിയിക്കുന്നു. ഷോൺ ജോർജിനെ പാലാ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് ബി.ജെ.പി. നീക്കം നടത്തുന്നത്. മാണി കുടുംബത്തിന്റെയും കാപ്പന്റെയും കോട്ടയായ പാലായിൽ ഒരു ക്രൈസ്തവ യുവനേതാവിനെ ഇറക്കി കടുത്ത ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ ബി.ജെ.പി. ലക്ഷ്യമിടുന്നു. പൂഞ്ഞാറിൽ പി.സിക്ക് പകരം ജനസമ്മതിയുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയെ ബി.ജെ.പി. അവതരിപ്പിച്ചേക്കാം. എങ്കിലും പി.സിയുടെ നിഴലായി ഷോൺ ജോർജ് തന്നെ അന്തിമ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് അടുപ്പിക്കാൻ പി.സി. ജോർജിനെ പോലൊരു നേതാവിനെ പ്രചാരണ രംഗത്ത് സജീവമായി ഉപയോഗിക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. അദ്ദേഹം നേരിട്ട് മത്സരിക്കുന്നതിനേക്കാൾ ഒരു കിങ് മേക്കർ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ സീറ്റുകളിൽ ബി.ജെ.പിക്ക് ഗുണം ചെയ്യും. കത്തോലിക്ക സഭയുമായി പി.സിക്കുള്ള അടുത്ത ബന്ധം വോട്ടാക്കി മാറ്റാനാണ് എൻ.ഡി.എ ശ്രമം. ഞാനിപ്പോൾ പഴയ പി.സി. ജോർജ് അല്ല, ബി.ജെ.പിക്കാരനാണെന്ന് അദ്ദേഹം ആവർത്തിക്കുന്നത് തന്റെ രാഷ്ട്രീയ ഭാവി പാർട്ടിയുടെ കൈകളിലാണെന്ന് അണികളെ ബോധ്യപ്പെടുത്താനാണ്. മത്സരിക്കില്ലെന്ന സൂചന നൽകുന്നതിലൂടെ പാർട്ടിയിൽ തനിക്ക് കൂടുതൽ വലിയ പദവികൾ ലഭിക്കാനുള്ള സാധ്യതയും അദ്ദേഹം തുറന്നിടുന്നു. പൂഞ്ഞാറിലെ പടക്കളത്തിൽ പി.സി. ജോർജ് ഇല്ലെങ്കിൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു ചരിത്ര നിമിഷമായിരിക്കും. അദ്ദേഹത്തിന്റെ സംസാര ശൈലിയും നിലപാടുകളും നിയമസഭയിൽ മുഴങ്ങില്ലെങ്കിലും തന്റെ മകനിലൂടെയും ബി.ജെ.പിയിലൂടെയും കേരള രാഷ്ട്രീയത്തിൽ ഗതി നിയന്ത്രിക്കാൻ അദ്ദേഹം എന്നും സജീവമായിരിക്കും. പൂഞ്ഞാർ സിംഹം ഗർജനം നിർത്തുകയല്ല, മറിച്ച് തന്റെ തട്ടകം മാറ്റുകയാണെന്ന് വേണം ഇതിനെ വിലയിരുത്താൻ.